ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യ ശ്രുതിയിലേക്ക് അവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാന്തൽ വെച്ചിട്ടുള്ള ഒരു മീൻ കറിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. സ്റ്റൗ കത്തിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് ഉലുവപ്പൊടി ഇടാം. രണ്ട് ചുവന്നുള്ളി അരിഞ്ഞിടാം. 3 പച്ചമുളക് ഇടാം. കുറച്ച് ഇഞ്ചി, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പിടാം. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ മുളക് പൊടി, ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി. വലിയ ടീസ്പൂണാണ്, അപ്പോൾ 1.5 ടീസ്പൂൺ ഉണ്ട് മല്ലിപ്പൊടി. ഇതൊക്കെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി മൂക്കണം. ഇതൊന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് കുറച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ട് മാങ്ങയാണ്, അത് അതിലേക്ക് ഇട്ടു. 2 പാൽ ഒഴിക്കുക. സീസണനുസരിച്ച് ഉണ്ടാവുമ്പോൾ അത് കുറച്ച് എടുത്തേക്കും. കുറച്ച് ഉപ്പിട്ടിട്ട് എടുത്തേക്കും. മാങ്ങ അരിഞ്ഞ് 2 പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളയ്ക്കണം. ഒന്ന് ഇളക്കി കൊടുക്കുക. ചുവപ്പിൻ്റെ ഇല ഇടാം. ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പിടാം. മൂടി തിളപ്പിക്കും. തള വന്നു. അതിലേക്ക് ഈ കഴുകി വാരി വെച്ച മാന്തൽ ഇട്ടുകൊടുക്കും.
1/4 കിലോ മാന്തളാണ്. ഇനി ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മൂടി വെച്ച് വേവിക്കും. 7 മിനിറ്റോളം വേവിക്കണം. എന്നിട്ട് മൂടി തുറക്കാം. അതിലേക്ക് തമ്പാൽ ഒഴിക്കാം, 1 പാൽ ഒഴിക്കാം. ഒരു 5 മിനിറ്റോളം അത് വെന്തിട്ടുണ്ട്. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇളക്കരുത്. ഒരു തള വന്നാൽ മതി. ഓഫ് ചെയ്യാം. തള വന്നിട്ടുണ്ട്. ഇനി അത് ഇറക്കി വയ്ക്കും. ഇതിൽ താളിച്ചൊഴിക്കാനായിട്ട് ഉള്ളിയിൽ 5-6 എണ്ണം അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. അധികം വെളിച്ചെണ്ണ വേണ്ട. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതാണ്. കുറച്ച് വെളിച്ചെണ്ണ മതി. തേങ്ങാപ്പാലിൻ്റെ എണ്ണയുണ്ടാവും. ഇതൊന്ന് മുരിയിച്ചെടുക്കണം. മാന്തൽ വെച്ചിട്ടുള്ള മീൻകറിയാണ്. ഏകദേശം മുരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി ഇടാം, ഒരു കളറിന് വേണ്ടിയിട്ട്. ഇളക്കി കൊടുക്കാം. ഇനി മീനിലേക്ക് താളിച്ചിടാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.